നമസ്കാരം. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിതെളിച്ച ഒന്നായിരുന്നു രക്ഷാപ്രവർത്തനം എന്ന് പിണറായി വിജയൻ പേരിട്ട രക്ഷാദൗത്യം. അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും KSU നേതാക്കന്മാരും പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിക്കുമ്പോൾ ആലപ്പുഴയിൽ ഈ പറഞ്ഞ പോലെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിലോട്ട് പോകുന്നു. മാത്രമല്ല പിണറായി വിജയൻ്റെ ഗൺമാന്മാർ വടിയും മറ്റ് സാധനങ്ങളൊക്കെ എടുത്ത് അവരുടെ തലക്കടിക്കുന്നു, വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളോട്ട് പോകുന്നു. പിന്നീട് പറഞ്ഞത് അത് സാധാ ലാത്തി ചാർജ് മാത്രമായിരുന്നു എന്നുള്ളത്, പക്ഷെ അത് ശരിക്കുള്ള ലാത്തി ചാർജ് ആയിരുന്നില്ല, പകരം മറ്റു വടികളായിരുന്നു എന്നുള്ളതൊക്കെ വലിയ തരത്തിലുള്ള പരാമർശങ്ങളും കുറ്റാരോപണങ്ങളായിട്ട് മുമ്പോട്ട് പോയിരുന്നായിരുന്നു. എന്നിരുന്നാൽ പോലും അത് പിന്നീട് വലിയ തരത്തിലുള്ള കേസാവുന്നു. അതുമായി ബന്ധപ്പെട്ട് FIR രൂപീകരിക്കുന്നു. FIRൽ ഈ പറഞ്ഞ പോലെ ഗൺമാന്മാർക്കെതിരെ കൃത്യമായി അതിൽ എഴുതുന്നു. പക്ഷേ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ, നമുക്ക് പേരൻ്റെ അടുത്ത് പറയാം, ADGP MR അജിത് കുമാർ അതിൽ നേരിട്ട് ഇടപെട്ടു എന്ന് മാത്രമല്ല പല FIR പേജുകളും അദ്ദേഹം ഇടപെട്ട്, FIR ഡയറികളും അദ്ദേഹം ഇടപെട്ട് തിരുത്തുന്നു. ഇത്തരത്തിൽ അത് ലഘൂകരിക്കുന്നു, പല കേസുകളും ചെറിയ തരത്തിലാക്കി മാറ്റുന്നു. അദ്ദേഹം ഏകദേശം 4-5 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ SIമാരും മറ്റ് കോൺസ്റ്റബിൾമാരും എല്ലാവരും ഇൻക്ലൂഡായിട്ടാണ് അവരുടെ മേൽ ADGP അജിത് കുമാർ ഈ പറഞ്ഞ പോലെ പ്രഷർ ചെലുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അവർ തിരുത്തിയത് എന്നുള്ളത് അവരിപ്പോൾ ഈ പറഞ്ഞ പോലെ പുതിയ SITക്ക് മുമ്പിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോകുന്നു. നമ്മളിതിപ്പം നോക്കുമ്പോൾ ഈ മാസം 31 കഴിഞ്ഞാൽ നിലവിലെ DGPയുടെ കാലാവധി കഴിയും. അതോടുകൂടി നിലവിലെ ADGP MR അജിത് കുമാർ DGP ആയി സ്ഥാനക്കയറ്റം കിട്ടും. അതിനിടയിലാണ് സസ്പെൻഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സുകാർ രംഗത്ത് വരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇന്നലെ DGP എല്ലാവിധ റിപ്പോർട്ടുകളും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും കൈമാറി എന്നുള്ളതും സെക്രട്ടറി മുഖാന്തരം കൈമാറി എന്നുള്ളതും ഇതിൽ ഇന്നൊരു അന്തിമ തീരുമാനം, അതായത് അതിൽ പറയുന്നത് പ്രകാരം ഈ പറഞ്ഞ പോലെ MR അജിത് കുമാർ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതും തിരുത്തി എന്നുള്ളതും പോലീസിൻ്റെ മൊഴിയും മാത്രമല്ല പഴയ പകർപ്പും പുതിയ പകർപ്പും വെച്ചുകൊണ്ടാണ് ഇവർ നീങ്ങുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ADGP DGPയിലോട്ട് വരുന്നതിന് UDF എന്ത് വില കൊടുത്തും തടയേണ്ട ഒരു കാര്യം അവർക്കാണ്. കാരണം അവരുടെ വിദ്യാർത്ഥി സംഘടനയായ യൂത്ത് കോൺഗ്രസിലെയും KSUവിൻ്റെ നേതാക്കന്മാരെയാണ് ഈ തച്ച വിഷയമൊക്കെ ഉണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് സസ്പെൻഷനിലോട്ട് നീങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്ന് ഏകദേശം ഉച്ചയോടുകൂടി അതിൻ്റെ ഔദ്യോഗികമായ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കും എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പം വലിയ തരത്തിലോട്ട് പോകുന്നു. ഇതിലൊന്നും അദ്ദേഹം ഒതുങ്ങുന്നില്ല എന്നുള്ളത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ അപ്പോഴേക്കും മുതിർന്ന ഈ പറഞ്ഞ പോലെ പല LLB വക്കീലന്മാർ നേരിട്ട് പോയി കാണുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ നീക്കണം എന്നുള്ളത് അവർ തീരുമാനിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ വിഷയം ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല, ഇതെന്തായാലും കോടതി കയറും എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹം അതിനുള്ള കാരണം ഒരു ADGP എന്ന് പറയുമ്പോൾ അത്രയും വിവരമുള്ള ഒരാളായിരിക്കും. കാരണം DGPയിലൊക്കെ എത്തേണ്ട പോസ്റ്റാണ്, വിവരം മാത്രമല്ല സ്വാധീനം. അതെ, അപ്പോൾ കൃത്യമായി ആ കഴിവുള്ളൊരു നേതാവ് തന്നെയാണ്. അപ്പം അത് കോടതിയിലോട്ട് പോകുമ്പോൾ അദ്ദേഹം ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വാദങ്ങളായിരിക്കും, എന്തൊക്കെ ലൂപ്പ് ഹോളുകൾ കണ്ടെത്തിയിട്ടായിരിക്കും കോടതിയിലോട്ട് പോവുക എന്നുള്ള വലിയ ചോദ്യത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് സാർ ഈ ഒരു വിഷയത്തെ കാണുന്നത്? അജിത് കുമാറിൻ്റെ സസ്പെൻഷൻ അത്ഭുതപ്പെടുത്തുന്ന വാർത്തയല്ല. കാരണം അത് ഇന്നോ നാളെയോ ഉണ്ടാകും എന്ന് ഒരുമാതിരി എല്ലാവർക്കും അറിയാമായിരുന്നു, ബോധ്യവും ഉണ്ടായിരുന്നു. എത്രമാത്രം നീട്ടിവെക്കാൻ പറ്റും അതിൻ്റെ പരിധികളൊക്കെ ഉണ്ട്. ആ പരിധികൾ കഴിയാറായി. ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം, ഇതിന് മന്ത്രി എന്നുള്ള നിലയിൽ, മന്ത്രിസഭ എന്നുള്ള നിലയിൽ അവർക്കും കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. അജിത് കുമാറിന് മാത്രമല്ല. മുൻപ് രാജൻ കേസ് ഉണ്ടായപ്പോൾ കരുണാകരനെയാണ് പ്രതിയായിട്ട് കൊണ്ടുവരുന്നത്. കരുണാകരൻ നേരിട്ട് പോയി രാജനെ തല്ലിക്കൊല്ലുമൊന്നും ചെയ്തിട്ടില്ല. രാജൻ്റെ കേസ് കൈകാര്യം ചെയ്ത് ഉദ്യോഗസ്ഥന്മാരുടെ ലാക്സിറ്റിയെ കരുണാകരൻ കൺട്രോൾ ചെയ്തു. അല്ലെങ്കിൽ അതിനോട് ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടെ പെരുമാറി. മറിച്ച് അപ്പുറം KP വിശ്വനാഥനുണ്ട്, വനം മന്ത്രിയായിരുന്നു. കോടതിയിൽ നിന്നൊരു ചെറിയ കമൻ്റ് ഉണ്ടായപ്പോൾ വിശ്വനാഥൻ വനം മന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ പല സംഭവങ്ങളും കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോട്ടെ, ആഭ്യന്തരമന്ത്രി അജിത് കുമാറിൻ്റെ പ്രവർത്തനത്തിൽ ആഭ്യന്തരമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ എന്തുമാത്രം ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് നാളെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ചർച്ച ചെയ്യട്ടെ. നമ്മൾ ആ വശത്തേക്ക് പോകണ്ട. എന്തുകൊണ്ട് അജിത് കുമാറിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ ഇത്രയും താമസിച്ചു? ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഇപ്പം ഈ രവിതാ ചന്ദ്രശേഖരന് മുമ്പിൽ റിപ്പോർട്ട് കിട്ടാനും ആ റിപ്പോർട്ട് തയ്യാറാക്കാനും ആ റിപ്പോർട്ടിനെക്കുറിച്ച് പഠിക്കാനും എന്തുമാത്രം സമയമെടുത്തു? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇദ്ദേഹം അപ്പീൽ കൊടുത്തു കഴിയുമ്പം നടപടി പ്രൊസീഡ് ചെയ്തിരിക്കാൻ വേണ്ടി പറയാൻ അതിന് മറുപടി കൊടുക്കാൻ സമയം വേണമെന്ന് ഗവൺമെൻറ്റിനും ആവശ്യപ്പെടാം. ഇദ്ദേഹം ഒരു അപ്പീൽ സ്റ്റേക്ക് പോയി കഴിഞ്ഞാൽ, കോടതി ചെന്ന് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ആവശ്യപ്പെടാം ആ സ്റ്റേക്ക് മറുപടി കൊടുക്കാൻ, പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തിന് മറുപടി കൊടുക്കാൻ ഞങ്ങൾക്ക് സമയം വേണം. അതും 2 ആഴ്ച ഒരാഴ്ച വേണം നീട്ടിക്കൊണ്ടുപോകും. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹം തന്നെ ഈ പറഞ്ഞ പോലെ DGP മാറും എന്നുള്ളതാണ്. അല്ല, അത് പെൻഡിങ് ആയിട്ട് കൊടുക്കും. അല്ല, ഇപ്പം അദ്ദേഹം ആദ്യം നീങ്ങാൻ പോകുന്നതായിരിക്കും. നിലവിൽ അദ്ദേഹത്തിന് സസ്പെൻഷൻ കിട്ടിയ സ്ഥിതിക്ക് അദ്ദേഹം ആദ്യം കോടതിയോട് പോവുക, ഈ സസ്പെൻഷൻ താൽക്കാലികമായി മരവിപ്പിക്കണം എന്നുള്ള പറഞ്ഞുകൊണ്ടായിരിക്കും അദ്ദേഹം. അതുപോലെ പറയേണ്ട ആവശ്യമില്ല. ഈ സസ്പെൻഷൻ പെൻഡിങ് ആയിരിക്കുമ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ പ്രോസസ്സിൽ പങ്കെടുക്കാൻ, പ്രൊമോഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാൻ എന്നെ അനുവദിക്കണം. ഇതിൻ്റെ തീരുമാനം അറിഞ്ഞിട്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്താൽ മതി, അബ്സോർവ് ചെയ്താൽ മതി. സസ്പെൻഷനെ കുറിച്ചുള്ള തീരുമാനം, ഫൈനൽ തീരുമാനം കോടതിയുടെ വന്നിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വന്നിട്ട് എന്നെ ഇതിലേക്ക് അബ്സോർവ് ചെയ്താൽ മതി. പക്ഷേ എനിക്കതിനുള്ള റൈറ്റ്
അവിടെ എനിക്ക് റിട്ടേൺ ചെയ്യണം, ഇത്തവണത്തെ പ്രോസസ്സിൽ പങ്കെടുക്കണം. ഇത്തരത്തിലുള്ള നിയമ നടപടി നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥന് സ്വാഭാവികമായിട്ടും അങ്ങനെ ആ ഒരു ഇതിലോട്ട് കയറാൻ പാടില്ല എന്നാണ് നിയമവ്യവസ്ഥ കിടക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു പല കാര്യങ്ങളിലോട്ടോ കടക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം സസ്പെൻഷൻ ആകുമ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റില്ല. അപ്പോൾ കോടതിയിലേക്ക് അദ്ദേഹം സമീപിക്കുന്നത്, കോടതി അദ്ദേഹം പോകുന്നത് നിയമപരമായി എൻ്റെ പ്രശ്നങ്ങളെ തീരുന്നിടം വരെ എന്നെ ഇതിൻ്റെ പങ്കെടുത്താൽ മാത്രം മതി, മറ്റ് പരിഗണനകളൊന്നും എനിക്ക് വേണ്ട. ഐ ഡോണ്ട് വാണ്ട് അപ്പോയിൻമെൻറ്റ്, ഒന്നും വേണ്ട. ഇതിൻ്റെ ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് പരിഗണിക്കാനുള്ള ഇൻ്റർവ്യൂ കാൻഡിഡേറ്റ് ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. വേറൊന്നും ചോദിക്കുന്നില്ല, ഒരു ബെനിഫിറ്റും ചോദിക്കുന്നില്ല. കോടതി എന്ത് തീരുമാനിക്കുന്നോ ആ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ശബരിമല കേസ് നടത്തുന്ന ആരാണ് നടത്തുന്നത്? ഹൈക്കോടതി ജഡ്ജിമാരാണ് നടത്തുന്നത് അല്ലേ? അവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പവറുമില്ല. എല്ലാ കുറ്റത്തിനും വേണേൽ ഹൈക്കോടതി ജഡ്ജിമാരെ പിടിക്കാം, ഈ കേസ് സമയത്ത് തീരാത്തതിനൊക്കെ. അപ്പോൾ അതുപോലെ ഹൈക്കോടതി ഇതിൻ്റെ മേൽനോട്ടത്തിലേക്ക് വരും. അജിത് കുമാറിൻ്റെ ഇതിൻ്റെ പരാതി പരിഗണിക്കപ്പെടുന്നത് വരെ ആരായിരിക്കും? അജിത് കുമാറിന് ഇതിനകത്ത് ഒഫീഷ്യലായിട്ട് പങ്കെടുക്കാൻ പറ്റില്ല. നോമിനൽ കാൻഡിഡേറ്റും ഫോർമൽ കാൻഡിഡേറ്റും മാത്രമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ ആയിരിക്കില്ല എന്നുള്ളത്. കാരണം അദ്ദേഹം ആദ്യം ചെയ്യാൻ പോകുന്നത് താൽക്കാലികമായിട്ട് ഈ സാധനം മരവിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം ആ ഒരു സാധനം മരവിപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ഈ നടപടി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള റിക്വസ്റ്റ് ആയിരിക്കും ഇത്, എന്നെ ഇതിന് പങ്കെടുക്കാൻ അനുവദിക്കണം, ഇത് തൽക്കാലം മരവിപ്പിച്ച് നിർത്തിക്കൊണ്ട് സ്റ്റേ ഓർഡർ. അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ കിടക്കുന്നത്, ഇത് മരവിപ്പിച്ച് ഇട്ടുകൊണ്ട് എന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ അനുവദിക്കണം എന്നുള്ളതായിരിക്കും. അങ്ങനെ കൊടുക്കാം. രണ്ട് പർപ്പസും സാധിക്കും. സ്റ്റേ മരവിപ്പിക്കാനും സാധിക്കും, ഇന്റർവ്യൂ പങ്കെടുക്കാനും പറ്റും. അതെ, അജിത് കുമാറാണ് ആ മാർക്കായിരിക്കും ചിലപ്പോൾ സ്വീകരിക്കുന്നത്. കാരണം അങ്ങനെ നമ്മളെക്കാൾ അല്ലെ മറ്റുള്ളവർ കാണുന്നതിനേക്കാൾ ഒരു മുഴ മുമ്പേ കാണാൻ കഴിവുള്ള ആളാണ്. കാരണം അദ്ദേഹം എല്ലാവരെയും പ്രേരിപ്പിച്ചു. BJP-ക്കാർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തു, CPM-ന് വേണ്ട കാര്യം CPM-ന് കൊടുത്തു, കോൺഗ്രസിന് ചെയ്തു. ഇനി SUCക്ക് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്തു കൊടുക്കാറുള്ളൂ. കൊടുത്തിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരെയും അതിൻ്റെ അകത്തൊരു വലിയ വാചകമുണ്ട്, ദോസ് ഹു ട്രൈസ് ടു പ്ലീസ് എവരിബഡി വിൽ പ്ലീസ് നൺ. എല്ലാവരും തൃപ്തിപ്പെടുത്താൻ നടന്ന അവസാനം അജിത് കുമാറിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തൊരവസ്ഥ വരും. ഓരോരുത്തരും ഉറച്ചു നിൽക്കണം. ആ രീതിയിലേക്കും കാര്യങ്ങൾ വേണം മാറാം. ഇപ്പോൾ എന്താണെങ്കിലും അജിത് കുമാറിനെ ഇപ്പോൾ ശിക്ഷിക്കാൻ തീരുമാനിച്ചത് ഒരു ചെറിയ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അലോഷിയുടെ പേര് ചീത്തയാകുമായിരുന്നു. അലോഷി പ്രധാനപ്പെട്ട ഉയർത്തേണ്ടിയിരുന്ന ഇഷ്യൂ ഈ അജിത് കുമാറിന്റെ കാര്യമായിരുന്നു. കാരണം അത് KSU പ്രവർത്തകർ ഇൻക്ലൂഡ് ആയ ഒരു കേസായിരുന്നു അത്. അപ്പം അത്തരത്തിൽ അവരടക്കം ഇൻവോൾവ് ആയ ഒരു കേസത്തിൽ സ്വാഭാവികമായിട്ടും അവർ KSUവിന്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് അലോഷി ഫസ്റ്റ് പ്രിഫറൻസ് അതിനായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അതെ, കാരണം VD സതീശൻ മുഖ്യമന്ത്രി വരും ആദ്യം പറയേണ്ടത് അദ്ദേഹം ഈ കാര്യമായിരുന്നു. അത് അദ്ദേഹം നല്ല മൈലേജ് ഉണ്ടാക്കുമായിരുന്നു. കാരണം കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഇടയിൽ KSUക്കാർക്കിടയിൽ അദ്ദേഹത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്നുള്ള സാധനം അവർക്ക് ഉണ്ടാകില്ല. അതിലൊരു അലോഷ്യസിന് വലിയ മൈലേജ് കിട്ടുമായിരുന്നു. അഭിമന്യു കേസിൽ അഭിമന്യുമാരെല്ലാം കൂടെ വഞ്ചിച്ചു. ഇതുവരെ വിചാരണ തുടങ്ങുന്നേ ഉള്ളൂ, 7 വർഷമായി. അപ്പോൾ അഭിമന്യു കേസിൽ വഞ്ചിച്ച് SFI മറുവശത്ത് നിൽക്കുമ്പം ഇപ്പോഴത്തെ അലോഷ്യസിന് ഇവർക്ക് വേണ്ടി ബാധിച്ച് സ്കോർ ചെയ്യായിരുന്നു. ആ ചാൻസ് നഷ്ടപ്പെടുത്തി. ഒരു KSU നേതാവെന്നുള്ള അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ചാൻസ് ആയിരുന്നു അത്. പക്ഷേ അത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ മിസ്സാക്കി. ഇതിനകത്തൊരു വലിയ നമ്മൾ കാണേണ്ട കാര്യം, അജിത് കുമാറിനെ പോലെ ഒരാൾക്ക് പിണറായി വിജയൻ ഗവൺമെൻറ്റിലും അല്ല ഇപ്പം ഈ ഗവൺമെൻറ്റിലും ഒക്കെ ഇരുന്ന് ഒരു ദിവസം എങ്ങനെ ജോലി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും അദ്ദേഹം തുടരുമായിരുന്നു എന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. ആണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെ നമ്മുടെ സിവിൽ സർവീസിൽ, നമ്മുടെ പോലീസ് സർവീസിൽ, പ്രത്യേകിച്ച് IPS കേഡറുകൾ വർക്ക് ചെയ്യുന്ന സർവീസിൽ എങ്ങനെ തുടരാൻ പറ്റി? അതാ ചോദ്യം ശരിക്കും. അത് ഇത്തരം എലിമെൻസിനെ അബ്സോർവ് ചെയ്യുക അല്ലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റമാണോ നമുക്കുള്ളത്? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതാരും ചോദിക്കുന്നില്ല. നാളെ അജിത് കുമാർ മാറി മറ്റൊരു അജിത് കുമാർ ആയിരിക്കും ചിലപ്പോൾ അങ്ങോട്ട് വരാൻ പോകുന്നത്. അതെ, അങ്ങനെ വരാം. രവതാ ചന്ദ്രശേഖർ അവിടെ തന്നെ ഇരിപ്പുണ്ട് ഇല്ലേ? KM എബ്രഹാം ഉണ്ടായിരുന്നു നേരത്തെ, ഇപ്പം ഇല്ല. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇത്തരം ആൾക്കാർക്ക് കണ്ടിന്യൂറ്റി കൊടുക്കുന്ന സിസ്റ്റത്തെ എതിർക്കാൻ ഇവർ തയ്യാറുണ്ടോ? രമേശ് ചെന്നിത്തലയും VD സതീശനൊക്കെ അതിന് തയ്യാറുണ്ടോ എന്നുള്ള അറിയണ്ടേ? അത് പാടില്ല എന്ന് പറയണം. അങ്ങനെ ഒരു പോളിസി ആയിട്ട് തന്നെ എടുക്കണം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പലപ്പോഴും പറഞ്ഞാൽ LDF-ലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മുന്നണി എന്ന് പറഞ്ഞാൽ അത് CPI അല്ല, അത് ഈ പറഞ്ഞ പോലെ MR അജിത് കുമാർ ആയിരുന്നു. കാരണം പലപ്പോഴും തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് CPIയുടെ നേതാക്കന്മാർ പരസ്യമായ രംഗത്ത് ആവശ്യപ്പെട്ടിട്ടും ഈ തൃശ്ശൂർ പൂരം കലക്കിന്റെ പിന്നിൽ ഈ പറഞ്ഞ പോലെ MR അജിത് കുമാർ ADGP ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള അവരെ CPIയുടെ കാൻഡിഡേറ്റ് തന്നെ ഓപ്പണായി പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പിണറായി വിജയനെ നേരിട്ട് പോലും വന്നില്ല. അതെ, അപ്പം ഇത്തരത്തിലുണ്ടായിട്ട് പോലും CPIക്ക് അന്ന് പിണറായി വിജയന് പുല്ലുവില കൊടുത്തത്. അവർ പറഞ്ഞു ഒരു കാര്യം ചെവിക്ക് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമാണ്. അപ്പം ഇത്തരത്തിൽ എന്താ പറയുക, CPIക്ക് വരെ രണ്ടാം കിട അല്ലെങ്കിൽ അത്ര ഒരു വില മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ഈ CPM കഴിഞ്ഞാൽ ഏറ്റവും വലിയ LDF-ലെ ഏറ്റവും വലിയ മുന്നണി അല്ലെങ്കിൽ നേതാവ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് ശേഷം അത് MR
അജിത് കുമാർ ആയിരുന്നു. അതിനുശേഷം മാത്രമേ ഉള്ളൂ ബിനോയ് വിശ്വം പോലത്തെ നേതാക്കന്മാരുള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത കാര്യം, ബഹുമാനപ്പെട്ട ജഡ്ജി ബദറുദ്ദീൻ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ ധൻരാജിൻ്റെ നിതിൻ രാജിൻ്റെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നൊരു കമൻ്റുണ്ട്. പ്രതിക്ക് സ്റ്റേ കിട്ടാൻ വേണ്ടി മാത്രം, പ്രതിയുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എഴുതി തയ്യാറാക്കുന്ന കോർട്ട് ഓർഡറുകളും പിന്നീട് ഹയർ കോടതിയിൽ പോകുമ്പോൾ കിട്ടുന്ന കോർട്ട് ഓർഡറുകളും അല്ലെ FIRകളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പ്രതികളുടെ രാജവാഴ്ചയല്ലേ ഇവിടെ നടക്കുന്നത്. അതെവിടെ പോയാലും കോടതി ചെല്ലുമ്പോഴും ഇവിടെ നിൽക്കുമ്പോഴും എല്ലാം പോലീസ് ഫയലുകളും റെക്കോർഡുകളും എല്ലാം. ഇപ്പം ഇതും ഇദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ ഓർഡറിൽ ലൂപ്പ് പോയിന്റ് ഉണ്ടോ നമുക്കാർക്കും അറിയത്തില്ല. അതിനകത്ത് എന്തെങ്കിലും ടെക്നിക്കൽ ലൂപ്പുകളുണ്ടെങ്കിലോ സമയത്തിൻ്റെ മറ്റവർക്ക് 12 അവർക്ക് FIR സമർപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അല്ലെ കുറ്റപത്രം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഇതിൽ തന്നെ ഇപ്പം M. R. അജിത് കുമാർ പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹത്തോട് ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ആ വിഷയം ഉണ്ടായത് കാരണം കാണിക്കൽ സാധനം എഴുതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് മുമ്പ് നടന്ന കാര്യങ്ങളാണ്, പല സാധനങ്ങളും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ പല ഡാറ്റാസും പല എവിഡൻസൊക്കെ എവിടേക്കോ വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഈ സാധനം കൃത്യമായിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി എനിക്ക് ചുരുങ്ങിയത് 2-3 ആഴ്ചയെങ്കിലും വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2-3 ആഴ്ച കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 31 കഴിയും. DGP ആയി അദ്ദേഹം. അല്ല, അപ്പോൾ കോടതി അത് ഗ്രാൻഡ് ചെയ്യും. അയാൾ ചിലപ്പോൾ ഗ്രാൻഡ് ചെയ്യാൻ വേണമെങ്കിൽ അതെ അയാളോട് നീതി കാണിച്ചിട്ടില്ല, നാച്ചുറൽ ജസ്റ്റിസ് ആയിട്ട് ഡിനൈ ചെയ്തിരിക്കുന്നു, അയാൾക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ടൈം ആ കേസ് പഠിക്കാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ. ആ രീതിയിലും വരാം. അപ്പോൾ ഇത് ഒരു ഇരുതല മൂർച്ചയുള്ള വാളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന അജിത് കുമാർ അല്ല, രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയുടെ കഴിവാണ്, തൻ്റെ ഇടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അവിടെ പതറിപ്പോയാൽ രമേശിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കറുത്ത നിഴലാകും. അത് അല്ലാതെ നോക്കുക എന്നുള്ളത്. രമേശ് ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ടാണ്. ഇല്ലേ സതീശനായിരുന്നെങ്കിൽ സതീശൻ്റെ പടത്തിലേക്ക് ഇരുന്നേനെ. രമേശ് ഇത് ചോദിച്ചു വാങ്ങിച്ചാൽ. അപ്പോൾ നാളെ സതീശൻ്റെ രമേശിനെ കുത്തണമെങ്കിലും KC വേണുഗോപാൽ രമേശിനെ ചവിട്ടണമെങ്കിലും എല്ലാം ഈ അജിത് കുമാറിൻ്റെ ഷൂസ് എടുത്ത് ചവിട്ടും എന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്.